വടം കഴുത്തിൽ കുരുങ്ങി യുവാവ് മരിച്ച സംഭവം പോലീസിന്റെ അനാസ്ഥയെന്നാരോപിച്ച് കുടുംബം. കൊച്ചി വടതല സ്വദേശി 28 വയസ്സുള്ള മനോജ് ഉണ്ണിയാണ് അതിദാരുണമായി മരണപ്പെട്ടത്. പോലീസ് വടം കെട്ടിയിരുന്നത് യാത്രികർക്ക് കാണും വിധമായിരുന്നില്ലെന്ന് മരിച്ച മനോജ് ഉണ്ണിയുടെ സഹോദരി ചിപ്പി ആരോപിച്ചു. സംഭവ സ്ഥലത്ത് വെളിച്ചമില്ലായിരുന്നുവെന്നും കുറ്റപ്പെടുത്തി. റോഡിലൂടെ കടന്നു പോകാതിരിക്കാനായി കെട്ടിയ വടം കഴുത്തിൽ തട്ടി മനോജ് ഉണ്ണി തെറിച്ചു വീഴുകയായിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ വിശദീകരിച്ചു. 3 പോലീസുകാർ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. പോലീസ് കൈ കാണിച്ചിട്ടും മനോജ് നിർത്താതെ അമിത വേഗത്തിൽ പോവുകയായിരുന്നുവെന്നുമാണ് വിശദീകരണം. വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാനായി കെട്ടിയിരുന്ന കേബിളിന് 5 മീറ്റർ മുമ്പ് തന്നെ പോലീസിനെ വിന്യസിച്ചിരുന്നു. സംഭവ സ്ഥലത്തെ CCTV ദൃശ്യം പരിശോധിക്കും. മനോജിന്റെ രക്തസാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും കമ്മീഷണർ കൂട്ടിച്ചേർത്തു. വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാനായി റോഡിൽ കെട്ടിയ വടത്തിന്റെ മധ്യഭാഗത്തായിരുന്നില്ല പോലീസ് നിന്നിരുന്നതെന്നും സഹോദരി പറഞ്ഞു. റോഡിന്റെ വശങ്ങളിലായാണ് പോലീസ് നിന്നിരുന്നത്. പ്രധാനമന്ത്രി വരുന്നതിനെ തുടർന്ന് വാഹന പരിശോധന നടത്തുന്നതിനിടെ മനോജ് ഉണ്ണിയുടെ സ്കൂട്ടർ തടഞ്ഞിരുന്നുവെന്നും എന്നാൽ വാഹനം നിർത്താതെ പോയെന്നുമാണ് പോലീസ് വിശദീകരണം.